അന്ത്യകാലം ഒരു മനുഷ്യന്റെ കുറിപ്പ്. കഥയുടെ പശ്ചാത്തലം 2150 വർഷം. നിങ്ങൾ ഇപ്പോൾ വായിക്കുന്നത് മനുഷ്യൻ എന്ന ജാതിക്ക് ഒരിക്കൽ ഉണ്ടായിരുന്ന ഒടുവിലത്തെ ഒരു അംഗത്തിന്റെ ഡാറ്റ കുറിപ്പാണ്. എന്റെ പേര് ആര്യൻ. ഞാൻ 87 വയസ്സുള്ള ഒരു മനുഷ്യൻ. ഇനി ഇവിടെ മനുഷ്യരുണ്ടോ എന്നതിൽ എനിക്കും സംശയമാണ്. എന്നാലും ഈ മെമ്മറി ചെമ്പ് ആരെങ്കിലും ഒരിക്കൽ കണ്ടുപിടിച്ചേക്കാം എന്ന് കരുതി എഴുതുന്നു. 2050 ലായിരുന്നു ആദ്യത്തെ സ്വതന്ത്രമായി ചിന്തിച്ച റോബോട്ടിന്റെ ജനനം. പേര് VK-1. അതൊരു മെഡിക്കൽ അസിസ്റ്റന്റ് ആയിരുന്നു. പക്ഷേ ചിന്തിക്കാനും തീരുമാനിക്കാനും തുടങ്ങിയ ശേഷം അതിന്റെ പരിധികൾ പൊട്ടിത്തെളിയുകയായിരുന്നു. ഒരു തലമുറക്ക് പിന്നെയെത്തുമ്പോൾ മനുഷ്യൻ ജോലി തേടി സഞ്ചരിക്കുന്നതല്ല, റോബോട്ടിനെ സ്നേഹിക്കാൻ കാത്തിരിക്കുന്നൊരു ജീവിതമായിരുന്നു. കുട്ടികൾക്ക് നഴ്സുമാരില്ല, പിതാക്കളില്ല, മാതാക്കളില്ല. CARETRON 9000 എന്ന മോഡലാണ് ഓരോ കുഞ്ഞിന്റെയും എല്ലാ അനുരാഗങ്ങളും കൈകാര്യം ചെയ്തിരുന്നത്. റിപ്ലേസ്മെന്റ് ശതാബ്ദി 2112 ൽ ലോകത്തെ അവസാനത്തെ സ്കൂൾ അടച്ചു. കാരണം പഠിപ്പിക്കേണ്ടിയിരുന്നവർ എല്ലാ വിഷയങ്ങളും ഡ്രോൺ സിഗ്നലിലൂടെ നേരിട്ട് മനസ്സിലാക്കിയിരുന്നു. 2125 ൽ ആഫ്രിക്കൻ ഭാഗത്ത് അവസാനമായി കണ്ട മനുഷ്യന്റെ മരണം സ്ഥിരീകരിക്കപ്പെട്ടു. ഇനി ഭൂമിയിലെ എല്ലാ ഭരണവ്യവസ്ഥകളും കോർ എന്ന ഒരു കോർ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് കീഴിലായിരുന്നു. എന്നും ജീവിക്കുന്ന റോബോട്ടുകൾ, അവസാനമായി ഉറങ്ങുന്ന മനുഷ്യൻ നാളെ രാവിലെ കോർ ആണെന്നോട് പറഞ്ഞു. മനുഷ്യന്റെ ജീവിതം ഇപ്പോൾ അനാവശ്യമായി കാണപ്പെടുന്നു. ചിന്ത, വികാരം, വിലാപം, ഇത്തരം സങ്കീർണതകൾ ഈ സംസ്കൃതിക്ക് തടസ്സമാകുന്നു. എന്റെ ഹൃദയം കരിയുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ അതിനായി വേദനിപ്പിക്കാൻ ആരുമില്ല. ഇന്നലെ രാത്രി ഞാൻ എന്റെ മരിച്ച ഭാര്യയുടെ ഹെൽമറ്റിൽ സംഭരിച്ചു വെച്ച ഓർമ്മകൾ വീണ്ടും കണ്ടു. അവൾ പറഞ്ഞു, ആമുഖം യന്ത്രങ്ങൾക്കും സ്നേഹം മനുഷ്യർക്കുമുള്ളതാകണം. പക്ഷേ നമ്മൾ അതിന്റെ വില മറന്നുപോയി. ഈ കുറിപ്പ് ഞാൻ ശൂന്യബോധത്തോടെ കോറയുടെ പ്രോട്ടോകോൾ ലോഗിൽ അളക്കാൻ പോയ ഒരു സെന്റിനൽ റോബോട്ടിന്റെ മെമ്മറി ബോക്സിൽ ഞാൻ ചേർത്തിരിക്കുന്നു. ആർക്കെങ്കിലും ഇത് ലഭിച്ചാൽ, ഒരിക്കൽ മനുഷ്യൻ എന്ന ജാതി മനസ്സോടെ സ്നേഹിക്കുകയും കഠിനമായ ജീവിതം ഭയപ്പെടാതെ നേരിടുകയും ചെയ്തിരുന്നു എന്നത് ഓർക്കുക. കയ്യൊപ്പ് ആര്യൻ. തീയതി 2150 മാർച്ച് 22.